ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ പായസം പ്രീമിക്സ് ആണ് നമ്മൾ റെഡിയാക്കാൻ പോണേ. ഓണമൊക്കെ ഇങ്ങ് അടുത്തു. ഈ പ്രീമിക്സ് നിങ്ങൾ ഇപ്പോഴേ റെഡിയാക്കി വെച്ചോളൂ. എന്നാൽ ഓണ സമയത്ത് 5 മിനിറ്റിൽ തന്നെ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ. മിക്കൊരു ഓണത്തിന് പരിപ്പ് പായസമാണ് അധികം റെഡിയാക്കുക. ആ പരിപ്പ് പായസത്തിൻ്റെ പ്രീമിക്സ് ആണ് റെഡിയാക്കുന്നത്. 1 കപ്പ് പച്ചരി, 1/2 കപ്പ് ചെറുപയർ പരിപ്പ്, 1/2 കപ്പ് കടലപ്പരിപ്പ്, 10-12 കാഷ്യൂ ഇട്ടാ. ഈ കാഷ്യൂ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. പക്ഷെ ഈ കാഷ്യൂ ഇടുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. 1/2 കപ്പ് ചിരകിയ നാളികേരം, 4 ഏലക്ക. ഒരു കാര്യം ശ്രദ്ധിക്കണം, 1 കപ്പ് അരിക്ക് 1/2 കപ്പ് പരിപ്പേ പാടുള്ളൂ കേട്ടോ. ആ കണക്കിലാണ് എടുക്കേണ്ടത്. അപ്പം നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ അതനുസരിച്ച് അളവുകളൊക്കെ കൂട്ടുക, അല്ല കുറയ്ക്കുമ്പോൾ അതനുസരിച്ച് കുറയ്ക്കുക, അങ്ങനെ എടുത്താൽ മതി. ഈ പ്രീമിക്സ് നമുക്ക് 3 മാസത്തോളം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഇനി ഈ സാധനങ്ങളൊക്കെ നല്ലോണം വറുത്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് അരി വറുത്തെടുക്കാം. അതുപോലെ ഈ അരിയും പരിപ്പൊക്കെ ഞാൻ തലേ ദിവസം തന്നെ കഴുകി ഡ്രൈ ആക്കി വെച്ചേക്കണതാണ് കേട്ടോ. വെയിലത്ത് വെച്ചല്ല, ടവലിൽ വെച്ച് ഡ്രൈ ആക്കിയതാണ്. കളറൊന്നും മാറണ്ട, എന്നാൽ നമുക്ക് അരി വറുത്തെടുക്കും വേണം. ആ രീതിയിൽ വറുത്തെടുക്കാം. അരി വറുത്ത് കിട്ടിയിട്ടാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കളറൊന്നും മാറിയിട്ടില്ല. ചെറുപയർ പരിപ്പ് വറുക്കാം. 3 തന്നെ വറുത്തെടുത്താൽ മതി. പരിപ്പ് നമ്മൾ വറുത്തെടുത്തു. നല്ലോണം കളർ മാറിയിട്ട് ഈ രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ഇതും പാനിൽ നിന്ന് മാറ്റാം. നമുക്ക് കടലപ്പരിപ്പ് വറുക്കാം. കടലപ്പരിപ്പും വറുത്തെടുത്തു. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ എടുത്ത് വെച്ച് വെക്കണ കാഷ്യും ഏലക്കും വറുത്തെടുക്കാം. ഇത് കളറൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. കാഷ്യും ഏലക്കും നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് നാളികേരം വറുത്തെടുക്കാം. നാളികേരം കളറൊന്നും മാറണ്ട കേട്ടോ, ഒന്നും അതിലെ ഈർപ്പൊക്കെ ഒന്നും പോയാൽ മാത്രം മതി. നാളികേരം നമ്മൾ വറുത്തെടുത്തു. ഇതും പാനിൽ നിന്ന് മാറ്റാം. നമ്മൾ വറുത്ത് വെച്ചേക്കണ പരിപ്പും അരിയും മാത്രം ഫസ്റ്റ് നമുക്ക് പൊടിച്ചെടുക്കാം. അതിൻ്റെ ശേഷം മതി നാളികേരം കാഷ്യൂ ഒക്കെ പൊടിക്കാനായിട്ട്. കുറേശ്ശെ തരിയോടുകൂടി പൊടിച്ചെടുക്കാം. അത്രയ്ക്കും തരിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് കാഷ്യൂ ഏലക്ക ഇട്ട് ഒന്നും കൂടി പൊടിച്ചെടുത്തിട്ട് വരാം. കാഷ്യൂ ഏലക്കയും പൊടിച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം അരയും ഒന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒരു പൾസ് മോഡ് മാത്രം കൊടുത്തെടുത്താൽ മതി. ആ പരിപ്പിൻ്റെ കൂടെ നാളികേരം നല്ലോണം മിക്സ് ആവണം, അത്ര മാത്രം മതി. എല്ലാം നമ്മളിപ്പോൾ പൊടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി 1 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ വറക്കാനായിട്ട്, ഒട്ടും കളർ മാറരുത്. 1 മിനിറ്റ് നമ്മൾ നല്ലോണം ചൂടാക്കി എടുത്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപ്പ് പായസത്തിൻ്റെ പ്രീമിക്സ്. ഇനി ഈ പ്രീമിക്സ് വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുത്തതിൻ്റെ ശേഷം വേറൊരു കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിൽ കുറച്ച് നാളികേരക്കൊത്ത് വറുത്തെടുക്കാം. ഞാൻ പായസത്തിലേക്ക് നാളികേരക്കൊത്താണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നാളികേരക്കൊത്ത് പാനിന് മാറ്റാം. റെഡിയാക്കി വെച്ചേക്കുന്ന പ്രീമിക്സ് ഈ ബൗളിൽ 1 ബൗൾ എടുത്തിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കാൻ പോണേ. നെയ്യിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. നെയ്യിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിൻ്റെ ശേഷം ഏത് കപ്പിലാണോ പൊടി എടുത്ത് ആ കപ്പിൽ 4 കപ്പ് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാക്കി പാൽ ആഡ് ചെയ്യാം. ഇപ്പം 2 കപ്പ് ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കണേ. 3 കപ്പ് 4 കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇനി നല്ലോണം മിക്സ് ചെയ്യാം. പാൽ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് മതിയിട്ടാ. അപ്പോഴേക്കും എല്ലാം വെന്ത് കിട്ടും. നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തതാണ്. 2 മിനിറ്റ് നല്ലോണം തിളച്ചോട്ടെ. 2 മിനിറ്റിൽ തന്നെ പരിപ്പൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടാ. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. മധുരം എന്തോരം വേണോ അതനുസരിച്ച് ശർക്കരപ്പാനി ചേർത്തോളൂട്ടോ. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ചോട്ടെ. ശർക്കരപ്പാനി ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. പ്രീമിക്സ് റെഡിയാക്കിയിട്ട് 5 മിനിറ്റ് പോലും വേണ്ട പായസം റെഡിയാക്കാനായിട്ട്. നമ്മൾ എങ്ങനെ പരിപ്പ് പായസം വെക്കണോ അതേ ടേസ്റ്റിൽ ഉണ്ടാവും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.